നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ നമുക്ക് വലിയ രസവും സന്തോഷമുള്ള ഒരാളാണ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ. സംഗതി ഈ പറഞ്ഞ ചില സന്ദർഭങ്ങളിലൊക്കെ കടുത്ത വിഷം ചീറ്റുമെങ്കിലും പൊതുവിൽ അദ്ദേഹം ഒരു സരസനും ചില രസകരമായ സംഗതികളുമൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു കണക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം, തിയറി ഓഫ് ഗോപാലകൃഷ്ണജി സാമൂഹ്യ മാധ്യമത്തിലൂടെ 2 ദിവസമായി കിടന്ന് കറങ്ങുന്നുണ്ട്. ആ തിയറി ഇതാണ്: കേവലം 38% വോട്ടർമാരുള്ള വിഴിഞ്ഞത്ത് 30% വോട്ട് BJP നേടിയിരിക്കുന്നു. കേരളത്തിൽ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം അസാധ്യമല്ലെന്ന് വിഴിഞ്ഞം തെളിയിച്ചു. ഒപ്പം ക്രൈസ്തവ വോട്ടുകളും BJPക്ക് നേടാനായി. ഇത് ഇടത് വലത് മുന്നണികൾക്കുള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾ കോട്ടകളെന്ന് അവകാശപ്പെടുന്നതൊക്കെ തകർക്കപ്പെടും, സംശയം വേണ്ട. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയാണ് 62% മുസ്ലിം ക്രിസ്ത്യൻ വോട്ടർമാരുള്ള വിഴിഞ്ഞത്തെ BJPയുടെ ഉജ്ജ്വല മുന്നേറ്റം. പണിക്കരെ നമ്പിനാൽ നമ്പിയവൻ ഉജ്ജ്വല പ്രകടനം എന്നൊരു സിനിമയിൽ പണ്ട് പറയുകയുണ്ടായി. അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കണക്കാണ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഈ കണക്ക് കണ്ട് ഒരു ഭാഗത്തുള്ളവർ ഇങ്ങനെ സ്തംഭിച്ച് സ്തബ്ധരായി. ഏത്? ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് ആളുകൾ. എന്താണിത് നടക്കുന്നത്? മനുഷ്യസ്നേഹമുള്ളവരൊക്കെ ഇങ്ങനെ സ്തംഭിച്ചു. അതിലെ വളരെ കടുത്ത വിദ്വേഷികൾ ആഹ്ലാദിച്ചു. ദേ വരാൻ പോകുന്ന നാളിൻ്റെ വളരെ മനോഹരമായ സൂചനയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ചിലർ ഇത് അവർ പറഞ്ഞിരുന്ന തിയറികൾക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ് ചില നറേറ്റീവുകൾ വായിക്കാനിടയായി. കണ്ടില്ലേ, ഇതൊക്കെ കാണണം, ഹിന്ദുക്കളെല്ലാവരും കൂടി ഇതാ ചേർന്ന് തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു നറേറ്റീവ്. കുറച്ച് മുസ്ലിങ്ങളായ ആളുകൾ വളരെ ആശങ്ക, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെ നമ്മുടെ നാടാകും എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അപ്പോൾ 2 വിഭാഗത്തിലുമുള്ള ഈ നാട് മനോഹരമായി സ്നേഹത്തോടെയും ഒക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ വളരെ നിശബ്ദമായ ഒരു ആശങ്ക ഉണ്ടാക്കിയ ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റ്. ഇതിൽ ആമുഖമായൊരു കാര്യം ഞാൻ പറയട്ടെ. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ സംഭവിച്ചത് എന്തെങ്കിലും കടുത്ത വർഗീയതയുടെ അല്ലെങ്കിൽ മുസ്ലിം വിരോധത്തിൻ്റെ സംഗതിയൊന്നുമല്ല. അവിടെ ആ കോർപ്പറേഷൻ ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഖാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആ പൊതുസമൂഹത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ആൻറ്റി ഇൻകംബൻസിയും ധാരാളമായി ഉണ്ടായിരുന്നു. അതിലൊരു തർക്കവുമില്ല. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവരൊരു സ്നേഹത്തോടെയും നയത്തോടെയും മയത്തോടെയും ഇടപെടേണ്ടതിന് പകരം കിട്ടിയ ഒരു സ്ഥാനം എന്തോ മഹത്തായ ഒരു സംഗതിയാണെന്നും പറഞ്ഞ് അതിൻ്റെ അഭ്യാസവും പിന്നെ അതിൻ്റെ ഒരു ഏറ്റവും പാരമ്യതയിലെത്തിയ സംഭവമായിരുന്നു ആ ബസ് ഡ്രൈവറുടെ വണ്ടി ചേസ് ചെയ്ത് പിടിച്ച് അതിൻ്റെ ഷോ ഓഫ് അടക്കമുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടാക്കിയ വലിയൊരു സംഗതിയുണ്ട്. മറുവശത്തോ ഈ പറഞ്ഞതുപോലെ ഈ അവസരം മുതലെടുത്ത് പാർട്ടിയിലെ കുറച്ച് മുതിർന്ന ചില ആളുകൾ അതിൻ്റെ ഒരു അഭ്യാസമൊക്കെയായി ആളുകളുടെ മേലിട്ട് അഭ്യാസം കാണിച്ച ആ പ്രതിഷേധമെല്ലാം കൂടിയാണ് ജനങ്ങൾ എന്ത് ചെയ്തത്, ഇത്തരമൊരു സംഗതിയിലേക്ക് എത്തിയത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു ഗ്രോത്ത് പാറ്റേൺ തുടങ്ങിയിട്ട് കുറഞ്ഞത് 1/4 നൂറ്റാണ്ടായി തിരുവനന്തപുരത്ത്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചതിനെ തുടർന്ന് നല്ല ഭരണം കാഴ്ചവെച്ച് ആളുകൾക്ക് നല്ല സന്തോഷമൊക്കെ ആക്കേണ്ടതിന് പകരം അതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ച് വീണ്ടും ചില സംഗതികൾ ഉണ്ടാക്കി. ഗോപാലകൃഷ്ണനെ സ്ഥാപിക്കേണ്ടത് ഹിന്ദുക്കൾ മുഴുവൻ ചേർന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെങ്കിലും വിജയിപ്പിക്കാൻ ഈ പാർട്ടിക്ക് പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ. സാധാരണ പൊളിറ്റിക്കലി ഇലക്ഷൻ നടക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് സാധാരണ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു സംഗതി. എന്ന് പറഞ്ഞാൽ താഴെയൊക്കെ വാർഡിലൊക്കെ പല ഘടകങ്ങളും കാണും. പക്ഷേ ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സാധനമാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പോലും കേരളത്തിൽ കിട്ടിയില്ല. ഈ രാജ്യം 10-12 കൊല്ലമായി ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കാര്യം പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ വോട്ടിംഗ് ശരാശരി ഏതാണ്ട് 17%, 15% താഴ്ന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് താഴ്ന്നു എന്നാണ് പറയുന്നത്. അതിൻ്റേതായ കാരണങ്ങളുണ്ടാകാം, വിശദീകരണങ്ങളുണ്ടാവാം. ഇനി ഇതിലേക്ക് വന്നാൽ എന്താണ് വിഴിഞ്ഞത്ത് സംഭവിച്ചത്? വിഴിഞ്ഞത്ത് യഥാർത്ഥത്തിൽ 5 വാർഡ് ഉണ്ടായിരുന്നു, കോർപ്പറേഷൻ വാർഡുകൾ. അതിനെ വെട്ടി 4 ആക്കി. ആ 4 ആക്കിയത് ഇപ്പം നമ്മൾ ഇലക്ഷൻ കമ്മീഷനിലോ ബാക്കിയുള്ളിടത്തൊക്കെ ചോദിച്ചാൽ അയ്യോ അതൊക്കെ സ്വാഭാവികമായി അവിടുത്തെ ആളുകൾ, ജനസംഖ്യ, പോപ്പുലേഷൻ, സാന്ദ്രത, വീടിൻ്റെ സംഗതി എന്നൊക്കെ പറഞ്ഞാലും അതിലൊക്കെ ഒരു ആസൂത്രിത ഭാവം ഉണ്ടായിരുന്നു എന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ കാര്യം കൊണ്ടും മനസ്സിലായി. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം കൊണ്ടും മനസ്സിലായി. അവിടെ ഈ ഭീമാപ്പള്ളി പ്രദേശത്തും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ വാർഡുകൾ കുറഞ്ഞതിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപം അവിടുത്തെ ആളുകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ സംഗതി കാര്യമൊന്നുമില്ല. അത്തരത്തിലൊരു നിലപാടെടുക്കുന്ന സംഗതികളല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെയെന്ന് മാത്രം തൽക്കാലം അങ്ങനെ ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഏതായാലും അവിടെ 5 വാർഡ് 4 വാർഡായി മാറി. അങ്ങനെ മാറിയപ്പോൾ എന്താ പറ്റിയെന്നറിയോ?
മുല്ലൂർ വാർഡ് എന്ന് പറയുന്ന ഒരു വാർഡുണ്ട്. അവിടെ BJP സ്ഥിരമായി ജയിക്കുന്ന ഒരു വാർഡാണ്. അവിടെ നിന്ന് കുറച്ച് വോട്ടർമാരെ ഇങ്ങോട്ട് ചേർത്തു. അതുകൂടാതെ വെങ്ങാനൂർ വാർഡിൻ്റെ ഒരു ഭാഗം ചേർത്തു. പഴയ ഹാർബർ വാർഡിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് ചേർത്തു. പിന്നെ കോട്ടപ്പുറം എന്ന് പറയുന്ന വാർഡിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് ചേർത്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 4 വാർഡുകളിലെ ആളുകളെയും കൂടി ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള വാർഡിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം. 14,500 വോട്ടർമാരുണ്ടായിരുന്നു. സാധാരണ അവിടെ ഈ 5 മണ്ഡലങ്ങളുള്ളതിൽ 4 എണ്ണവും ജയിക്കുന്നത് UDF ആയിരുന്നു. എന്നാൽ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അത് 4 ആക്കി ചുരുക്കുകയായിരുന്നു. അങ്ങനെ ചുരുക്കിയപ്പോൾ BJP ജയിച്ച മേഖലകളിലുള്ള വോട്ടുകളെ ഇതിനോടൊപ്പം ചേർത്തു. അങ്ങനെ ചേർത്തപ്പോൾ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി സാന്നിധ്യം വളരെ കൂടി. അങ്ങനെ കൂടിയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? അതിൻ്റെ ഒരു ആനുപാതികമായ BJP വോട്ടുകൾ ആ സ്ഥാനാർത്ഥിക്ക് കിട്ടി. അങ്ങനെയാണ് ഈ 300-ൽ നിന്ന് 200-ൽ നിന്ന് 2000-ലേക്ക് പോയത്. അതിനെയാണ് ചിലർ 10 ഇരട്ടി വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ 10 ഇരട്ടിയിലേക്ക് എത്തിയതിന് പിന്നിലുള്ള വാർഡ് വിഭജനത്തിൻ്റെ കഥയും കണക്കുകളും കൂടി ചേർത്ത് പറഞ്ഞെങ്കിലേ ഗോപാലകൃഷ്ണൻ്റെ ഈ തിയറി ഓപ്പറേഷനിലാവുള്ളൂ. അല്ലാതെ ഇത് ജനറലി പറഞ്ഞാൽ ഇത് നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ കേരളം മുഴുവനുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ എല്ലാ പാർട്ടികളുടെയും കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചില മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ മത്സരിച്ച 2 പാർട്ടിയിലെയും സ്ഥാനാർത്ഥികൾ മുസ്ലിം സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അവിടെ LC ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹിന്ദു വോട്ടുകളുണ്ട്, മുസ്ലിം വോട്ടുകളിലെ രാഷ്ട്രീയ വോട്ടുകളുണ്ട്. ഇങ്ങനെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്ലിറ്റായി പോവുകയും പിന്നെ മുൻപത്തെ പോലെ ഈ പറയുന്ന LC മുസ്ലിം സംഗതിയിലൊക്കെ ചെറിയ റിഫ്റ്റൊക്കെ പല സ്ഥലത്തും ഇപ്പോൾ ഈ മുനമ്പോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയതിൻ്റെ ഒരു സംഗതിയൊക്കെ അതിലുണ്ടാവും. അല്ലാതെ കേരളത്തിലെ ഈ വാർഡുകളിലെല്ലാം വിഴിഞ്ഞത്ത് ഹിന്ദുക്കൾ മുഴുവൻ അതിൻ്റെ 80% അങ്ങ് യോജിച്ചു, അതുകൊണ്ട് ഇനി ബാക്കിയുള്ളിടത്തു കൂടി അങ്ങ് യോജിച്ചോളൂ എന്ന് പറയുന്ന ഒരു തിയറി അതൊരു കെണിയാണ്, അതൊരു തെറ്റിദ്ധാരണയാണ്, അതൊരു അപകടകരമായ തെറ്റായ വാർത്തയാണ് എന്നതാണ് ഒരു സത്യം. ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുന്ന പാർട്ടി CPIM തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന കണക്കിൻ്റെ മുൻപിൻ കണക്കുകൾ നോക്കാതെ ഇതിനകത്ത് എല്ലാവരും ഏകീകരിച്ചു, ഹിന്ദുക്കളെല്ലാവരും അങ്ങ് ഒന്നായി എന്ന് പറഞ്ഞ് ചില മുസ്ലിം കേന്ദ്രങ്ങളും ഹിന്ദുക്കളെല്ലാവരും ഒന്നായി എന്ന് പറഞ്ഞിട്ട് ചില ഹിന്ദു കേന്ദ്രങ്ങളും സന്തോഷിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇതുവരെ, നാളെ എനിക്കറിയില്ല, ഇതുവരെ കേരളം നിലനിൽക്കുന്നത് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വളരെ കൃത്യവുമാണ്.